എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രമേശ് പി നായർ, മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് തുറവൂർ എന്ന സ്ഥലത്തിന് വളരെ അടുത്തായി കിടങ്ങൂർ എന്ന സ്ഥലത്തുള്ള അതിമനോഹരമായ ഒരു വീടാണ്. 7 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 5 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള അതിമനോഹരമായ ഒരു വീടാണ് ഇത്. ഈ വീടിന്റെ മുൻഭാഗത്തായി അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു 400 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഈ വീടിന് മനോഹരമായ ഒരു കോമ്പൗണ്ട് വാളും മുൻഭാഗത്തായി അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു GI സ്ക്വയർ ട്യൂബിൽ CMC കട്ടിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ മുറ്റത്ത് ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന്റെ മുൻഭാഗത്തായി ഏതൊരു വലിയൊരു വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിന്റെ മുൻഭാഗത്ത് മുറ്റത്ത് 1-2 വാഹനങ്ങൾക്ക് കൂടി പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിന്റെ മുൻഭാഗത്തെ ചുമരുകളിൽ വുഡ് പാനൽ ചെയ്ത് അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് പോർഷനാണ് ഇവിടെ കിട്ടുന്നത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി അതിമനോഹരമായ ഡിസൈൻ വർക്കുകൾ ചെയ്ത് തേക്കിൽ കൊത്തുപണികൾ ചെയ്ത് അതിമനോഹരമാക്കിയിട്ടുള്ള 2 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയായി മനോഹരമായ വലിപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായി ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് അതിമനോഹരമാക്കി സീലിംഗ് വർക്കുകൾ ചെയ്ത ഒരു ഏരിയ ഇവിടെ കാണാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയായി വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു ക്രോക്കറി ഷെൽഫും അടിയിലായി നിറയെ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ അടിയിലായി ഇൻവെർട്ടർ വയ്ക്കുന്നതിന് പ്രത്യേകം ഒരു സജ്ജീകരണം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയ. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള അതിമനോഹരമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 പാളികളിലായി ഭംഗിയുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്ത് അതിനടിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഷെൽഫ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി മനോഹരമായ വലുപ്പമുള്ള
ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയയാണ് ഇത്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കിച്ചൺ ഏരിയയാണിത്. കിച്ചൺ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായി ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനടിയിലായി നിറയെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. മുകളിലും നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു സെക്കൻഡ് കിച്ചൺ ഇവിടെ കിട്ടുന്നുണ്ട്. പുകയില്ലാത്ത അടുപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് മറ്റൊരു പ്രത്യേകത, ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഈ വീടിന്റെ പിൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ളതും GI സ്ക്വയർ ട്യൂബിന്റെ സ്റ്റീലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു ഹാൻഡ് റെയിലും നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് കടന്നു ചെന്നാൽ ഇവിടെയായി ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇവിടെ നമുക്ക് ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ വലിപ്പമുള്ള വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി 2 പാളികളിലുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നിന്നാണ് ഫ്രണ്ട് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബ് കൊടുത്ത് അതിനിടയിൽ ടഫൻ ഗ്ലാസ് കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. വളരെ വലുപ്പമുള്ള വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായി 2 പാളികളുടെ ഒരു വാർഡ്രോബ് വലിപ്പമുള്ളത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയയുടെ സ്ഥാനം. ഇവിടെയാണ് വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ വീടിന്റെ 5ാമത്തെ ബെഡ്റൂം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വളരെ വലുപ്പമുള്ള ഒരു വാർഡ്രോബുകളാണ് ഇവിടെയും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയായി അതിവിശാലമായ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഇവിടെയായി ഒരു വിശാലമായ ഒരു യൂട്ടിലിറ്റി ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിൽ ഡ്രസ് വർക്ക് എല്ലാം ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ അങ്കമാലിക്ക് വളരെ അടുത്തായി യൂദാപുരം പള്ളിയിൽ നിന്ന് വെറും 1.5 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ അങ്കമാലിയിലേക്ക് വെറും 3.5 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. തുറവൂർ ടൗണിലേക്ക് 1.5 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. 7 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 5 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ പുതുപുത്തൻ വീടിന് ഉടമ ചോദിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ്. നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്കും വളരെ ശാന്തമായി സമാധാനമായി താമസിക്കുന്നതിന് വളരെ അനുയോജ്യമായ ഒരു വീടാണ് ഇത്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ടെങ്കിലും, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സ്ഥലമാവട്ടെ വീടാവട്ടെ ഇതുപോലെ വീഡിയോ ചെയ്ത് ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.